പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിനം നോക്കിയേ, മറ്റന്നാളാണ് കേട്ടോ നമ്മളുടെ താമസിച്ചിട്ടുള്ള മുതിർന്നവരുടെ വലിയവരുടെ ആന്തരിക സൗഖ്യ ധ്യാനം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. പിന്നെ ആരെങ്കിലുമൊക്കെ ഇനിയൊരു ധ്യാനം കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 4:30 നമ്മൾ ജപമാലയോടെ ശുശ്രൂഷകൾ ആരംഭിക്കും. 4 മണിയോട് കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പിന്നെ വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിൽ നമ്മുടെ കടബാധ്യത, അതുപോലെ വരുമാന മാർഗങ്ങൾ വറ്റി വരേണ്ട അവസ്ഥ, അങ്ങനെ ശരിക്കും കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായ വിടുതലിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഏവരെയും യേശു നാമത്തിൽ ക്ഷണിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ഇന്ന് ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഈ ദിവസങ്ങളൊക്കെ കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഇന്നലെ നമുക്കറിയാലോ, ഇന്നലെ ഫാത്തിമ മാതാവിൻ്റെ മെയ് മാസം 13-ാം തീയതി എന്ന് പറയുന്നത് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളാണല്ലോ. അമ്മയോട് ചേർന്ന് ശരിക്കും മനസ്സ് ഒരുക്കി ജപമാല ചൊല്ലി പ്രത്യേകിച്ച് 64 നല്ല തീപ്പന്തങ്ങളായിരുന്നു പ്രിയ സഹോദരങ്ങളെ. ശരിക്കും നമ്മളുടെ ശുശ്രൂഷയിൽ ഭയങ്കരമായ ഒരു അഭിഷേകം കർത്താവ് നൽകിയ റിട്രീറ്റായിരുന്നു കഴിഞ്ഞ കുട്ടികളുടെ റിട്രീറ്റ്. കുട്ടികളൊക്കെ കുഞ്ഞു മിഷണറിമാരായിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് കുറേ പേര് അച്ഛനോട് പറയുകയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈശോയെ കൊടുത്താൽ അവരുടെ സ്തുതിപ്പൊക്കെ കാണുന്ന എൻ്റെ സഹോദരങ്ങളെ ശരിക്കും തീപ്പന്തങ്ങൾ, തീഗോളങ്ങൾ. അതിലൊരു ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചു, മക്കൾക്ക് സിസ്റ്റർമാരൊക്കെ ആവാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഒരു 3-4 പേര് അവർ സിസ്റ്റർമാരാവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വൈദികരാവാൻ ആഗ്രഹമുണ്ടോ? ഒരാൾ കോമൺ ആയിട്ട് പറഞ്ഞു. പിന്നെ 2-3 പേര് പറഞ്ഞു ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നാലും പബ്ലിക്കായിട്ട് പറയാനായിട്ടൊരു പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കുട്ടികൾക്ക് പൗരോഹിത്യം, പരിശുദ്ധ കുർബാന, കൂദാശ ഇതിനൊക്കെ കുറിച്ച് ശരിയായൊരു അവബോധം ഉണ്ടാകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ദൈവവിളിയൊക്കെ വിശുദ്ധരായ ദൈവവിളികൾ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യോന 2:2. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അതായത് എൻ്റെ കഷ്ടതയിൽ ഞാൻ ശരിക്കും തകർന്നിരുന്നു എന്നല്ല, നിരാശനായി എന്നല്ല, മദ്യപിച്ചു എന്നല്ല, ഞാൻ ശരിക്ക് എൻ്റെ എല്ലാം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി എന്നല്ല പറയുന്നത്. ഞാൻ എൻ്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിനെ ഒരു ദൈവ പൈതൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ, അവിടുന്ന് അവന് ഉത്തരമരുളും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വേദനയുടെയൊക്കെ നാളുകളിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുതൽ നൽകിയില്ലേ? ആ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അഭിഷേകം കർത്താവേ, ഈ ആശീർവാദ വേളയിൽ, കഷ്ടതയിൽ, ഞെരുക്കത്തിൽ, ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.